Hi everyone, welcome to a new session in General Intelligence and Reasoning. അതിൽ ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് ടോപ്പിക് ഈസ് A man starts from a point and walks 2 kilometers towards north, turns towards his right and walks 2 kilometers, turns right again and walks. What is the direction now he is facing? 4 ഓപ്ഷൻസ് ഉണ്ട്. സൗത്ത്, സൗത്ത് ഈസ്റ്റ്, നോർത്ത്, വെസ്റ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: എ മാൻ സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ് ആൻഡ് വാക്സ് 2 kilometers ടുവേർഡ്സ് നോർത്ത്, എന്നിട്ട് ടേൺസ് ടുവേർഡ്സ് ഹിസ് റൈറ്റ് ആൻഡ് വാക്സ് 2 kilometers. Then he turns right again and walks. And the question is, what is the direction now he is facing? എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. എങ്ങനെയാ ചെയ്യാം? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞത് ഇതാണ്: എ മാൻ സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ്. അപ്പൊ നമുക്കൊരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യാം. എ മാൻ സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ് ആൻഡ് വാക്സ് 2 kilometers ടുവേർഡ്സ് നോർത്ത് എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഡയറക്ഷൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് ഫസ്റ്റ്ലി നമ്മൾ ഏറ്റവും ബേസിക്കലി ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതായത് ഇതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അറിയുക, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എന്ന് പറയുന്ന ഡയറക്ഷൻസ് ഇങ്ങനെയാണ് വരിക. മേലെ നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഈ രീതിയിൽ എടുത്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കുക. ഏറ്റവും ബേസിക്കലി ഇതാണ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ അത് അറിഞ്ഞു വെച്ചാൽ യു ക്യാൻ ഗെറ്റ് ദാറ്റ്. എന്താണ് എ മാൻ സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ് ആൻഡ് വാക്സ് 2 kilometers ടുവേർഡ്സ് നോർത്ത്. അപ്പൊ നോർത്തിലേക്ക് 2 kilometers എന്ന് പറയുമ്പോൾ മേലോട്ടേക്ക് 2 kilometers എന്ന രീതിയിൽ നമുക്ക് വരയ്ക്കാം. അതിനുശേഷം ടേൺസ് ടുവേർഡ്സ് ഹിസ് റൈറ്റ്. ഇപ്പോൾ ഇയാൾ മേലോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇയാളുടെ റൈറ്റ് എവിടെയാ? നമ്മളിപ്പോ ഈ റൈറ്റ്, ഇതാണ് റൈറ്റ് വരിക. ആ റൈറ്റിലേക്ക് ആൻഡ് വാക്സ് 2 kilometers എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റൈറ്റിലേക്കും 2 kilometers തന്നെ ട്രാവൽ ചെയ്തു. അതിനുശേഷം ടേൺസ് റൈറ്റ് അഗെയിൻ. അപ്പൊ ഇപ്പൊ ഇയാളുടെ റൈറ്റ് എങ്ങോട്ടേക്കാണ് വരിക? താഴോട്ടേക്കാണ് വരിക, റൈറ്റിലേക്ക് വരയ്ക്കുമ്പോൾ. അപ്പൊ ടേൺസ് റൈറ്റ് അഗെയിൻ ആൻഡ് വാക്സ് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്ര കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടില്ല, ഈ രീതിയിൽ വാക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡയറക്ഷൻ നൗ ഹീസ് ഫേസിങ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോ ഏത് ഡയറക്ഷൻ ആണ് ഫേസ് ചെയ്യുന്നത്? ഇപ്പൊ ഏത് ഡയറക്ഷനാ? അപ്പൊ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സൗത്ത് ഡയറക്ഷൻ ആണെന്നുള്ളത് കിട്ടും അല്ലെ. സോ ഓപ്ഷൻ എ സൗത്ത് ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. അപ്പൊ ഏറ്റവും ബേസിക്കലി ഈ ഡയറക്ഷൻസ് അറിഞ്ഞിരിക്കുക. ഇതറിയെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇങ്ങനെ ഒന്ന് വരച്ചു നോക്കിയാൽ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ സൗത്ത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കൂ. ക്വസ്റ്റ്യൻ ഇതാണ്: എ മാൻ സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ് ആൻഡ് വാക്സ് 2 kilometers ടുവേർഡ്സ് നോർത്ത്. He turns towards his right and walks 3 kilometers. He turns towards his left and walks 2 kilometers. What is the direction now he is facing? ഓപ്ഷൻസ് ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത്. ഏതാണ് വരിക എന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ. എങ്ങനെയാ ചെയ്യാ? മുന്നേ ചെയ്ത പോലെ തന്നെ ട്രൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡയറക്ഷൻ ആദ്യമേ ഓർക്കുക. ബേസിക്കലി ഈ ഡയറക്ഷൻസ് വരുന്ന കാര്യം ഓർക്കുക. എങ്ങനെയാണ് വരിക? ഇങ്ങനെ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എന്ന രീതിയിലാണ് വരിക. അങ്ങനെയാണെങ്കിൽ എ മാൻ സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ് ആൻഡ് വാക്സ് 2 kilometers ടുവേർഡ്സ് നോർത്ത് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരയ്ക്കാം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഹി ടേൺസ് ടുവേർഡ്സ് ഹിസ് റൈറ്റ് ആൻഡ് വാക്സ് 3 kilometers. അപ്പൊ റൈറ്റിലേക്ക് 3 kilometers വാക്ക് ചെയ്തു. നെക്സ്റ്റ് ഹി ടേൺസ് ടുവേർഡ്സ് ഹിസ് ലെഫ്റ്റ്. അപ്പൊ ഇപ്പൊ അയാളുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് മേലോട്ടേക്ക് വരയ്ക്കാൻ പറ്റും അല്ലെ.
ഇപ്പൊ ടുവേർഡ്സ് ഇസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 2 കിലോമീറ്റർ. അപ്പൊ ഇങ്ങോട്ടേക്ക് 2 കിലോമീറ്ററും വരച്ചു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ഡയറക്ഷൻ നൗ ഹീസ് ഫേസിങ്? ഏത് ഡയറക്ഷനിലാണ് ഇപ്പൊ ഫേസ് ചെയ്യുന്നത്? നോർത്ത് ആണ് അല്ലെ? ക്ലിയർ ആണ്. ആ പിക്ചർ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആണ്. സോ ഓപ്ഷൻ ഡി നോർത്ത് ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു എ തേർഡ് ക്വസ്റ്റ്യൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തേർഡ് ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണ്, ബട്ട് ഈസിയർ ആണ്. ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്വസ്റ്റ്യൻ ഇതാണ്: എ മാൻ സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ്, walks 4 miles towards north and turns left and walks 6 miles. Turn right and walks for 3 miles and again turns right and walks 4 miles and takes rest for 30 minutes. He gets up and walks straight 2 miles in the same direction and turns right and walks 1 mile. What is the direction he is facing? അപ്പൊ കുറച്ചധികം സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ സിമിലർ രീതിയിൽ തന്നെയാണ് ചെയ്യുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെയ്തോ? എങ്ങനെയാ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞിട്ടുണ്ട് എ മാൻ സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ് ആൻഡ് വാക്സ് 4 miles ടുവേർഡ്സ് നോർത്ത്. അപ്പൊ അവിടെ സെയിം ഡയറക്ഷൻസ് അറിയാം ആദ്യമേ. അപ്പോൾ 4 miles ടുവേർഡ്സ് നോർത്ത് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 4 miles ടുവേർഡ്സ് നോർത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രീതിയിൽ 4 miles വരയ്ക്കാം. 4 miles ടുവേർഡ്സ് നോർത്ത്. Then he turns left and walks 6 miles. ലെഫ്റ്റിലേക്ക് 6 miles. പിന്നെ ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 3 miles. റൈറ്റ് എന്ന് പറയുമ്പോൾ ഇത്. അപ്പൊ റൈറ്റിലേക്ക് 3 miles. നെക്സ്റ്റ് ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 4 miles. അപ്പൊ ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 4 miles അല്ലെ? പിന്നെ എങ്ങനെയാ വരാം? പിന്നെ വന്നിരിക്കുന്നത് വാക്സ് ഇവിടെ വരെ എത്തി അല്ലെ? ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 4 miles എത്തി. അടുത്തത് ആൻഡ് ടേക്സ് റെസ്റ്റ് ഫോർ 30 minutes എന്നുള്ളതാ. അത് നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. Then he gets up and walks 2 miles, straight 2 miles in the same direction. സെയിം ഡയറക്ഷനിൽ 2 miles കൂടെ പോകുമ്പോൾ ഇവിടം വരെ എത്തുള്ളൂ. കാരണം ഇവിടെ ഓൾറെഡി 6 miles പോയി, പിന്നെ ഇവിടെ 4 miles പ്ലസ് 2 miles. അപ്പൊ കറക്റ്റ് ഈ പോയിന്റ് വരെ എത്തും. അപ്പൊ ഇവിടം വരെ എത്തി. 2 miles അങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടം വരെ എത്തി. നെക്സ്റ്റ് ഹി ടേൺസ് റൈറ്റ് ആൻഡ് വാക്ക് 1 mile. റൈറ്റിലേക്ക് 1 mile. ഇപ്പൊ ഇവിടുന്ന് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും അല്ലെ? അപ്പോൾ ഇവിടെ ടച്ച് ചെയ്യില്ല, ഇവിടെ 1 mile. അവിടെ കാരണം അപ്പുറത്ത് എടുക്കുമ്പോൾ ഈ റെക്ടാംഗിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ സൈഡ് 3 ആണ്. അപ്പൊ ഇവിടെ 1 mile എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, 1 mile എന്ന രീതിയിൽ വരും. ആൻഡ് ഹി ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 1 mile ആണ് ഇപ്പൊ വരച്ചത്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഹീസ് ഫേസിങ്? നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് സൗത്ത് അല്ലെ? സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ജസ്റ്റ് ഇങ്ങനെ പോയി, പിന്നെ ഇങ്ങനെ 6 miles, പിന്നെ മേലോട്ടേക്ക് 3 miles, ഇങ്ങോട്ട് 4 miles, എഗെയിൻ ഒരു 2 miles, താഴോട്ടേക്ക് ഒരു 1 mile. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കിട്ടി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? സെയിം രീതിയിൽ തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഒന്ന് ഫോർത്ത് ക്വസ്റ്റ്യൻ എങ്ങനെയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്: എ റാറ്റ് റൺ 20 meter towards east and turns to right, runs 10 meter, and turns to right, runs 9 meter, and again turns to left, runs 5 meter, and then turns to left, runs 12 meter, and finally turns to left and runs 6 meter. Now what direction is the rat facing? അതാണ് ക്വസ്റ്റ്യൻ. 4 ഡയറക്ഷൻസ് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇവിടെ ഈ ഡയറക്ഷൻസ് മൈൻഡിൽ വെച്ചിട്ട് ചെയ്യാം. എപ്പോഴും നമ്മളിങ്ങനെ പേപ്പറിൽ ചെയ്യുന്ന സമയത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ആയിട്ട്, ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ്, പിന്നെ മേലെ നോർത്തും താഴെ സൗത്ത്, ആ രീതിയിലാണ് നമ്മൾ എപ്പോഴും പേപ്പറിൽ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഡയറക്ഷൻസ് എടുക്കുക എന്നുള്ളത് ഓർത്തിട്ട് ചെയ്താൽ മതി. എളുപ്പമല്ലേ? ഇവിടെ എങ്ങനെയാ ചെയ്യാം? ഇവിടെ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ വരയ്ക്കാം. എ റാറ്റ് റൺ 20 meter ടുവേർഡ്സ് ഈസ്റ്റ്.
ഈസ്റ്റിലേക്ക്, ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ റൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 20 മീറ്റർ ഈസ്റ്റിലേക്ക് പോയി. അതിനുശേഷം ടേൺസ് ഹിസ് റൈറ്റ് ആൻഡ് റൺസ് 10 മീറ്റർ. ദെൻ ടേൺസ് ടു റൈറ്റ്, വീണ്ടും റൈറ്റിലേക്ക്. ഇവിടുന്ന് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക്, അതൊരു 9 മീറ്റർ. ദെൻ അഗെയിൻ ടേൺസ് ടു ലെഫ്റ്റ്, ഇവിടുന്ന് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക്. ടേൺസ് ടു ലെഫ്റ്റ് ആൻഡ് റൺ 5 മീറ്റർ. Then turns to left and runs 12 meters. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? Then finally turns to left and runs. ഇവിടുന്ന് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്ക് വരും? മേലോട്ടേക്ക് വരും അല്ലെ? Turns left and runs 6 meter. അപ്പോൾ now what direction is the rat facing എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് ഡയറക്ഷനാ? നോർത്ത് ആണ്. സോ ആൻസർ ആയിട്ട് വരും. ഓക്കെ ആണല്ലോ? ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കൂ. ക്വസ്റ്റ്യൻ ഇതാണ്. എ മാൻ സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ്, വാക്സ് 15 meters ടുവേർഡ്സ് ഈസ്റ്റ്, ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 10 meters, ടേൺസ് റൈറ്റ് അഗെയിൻ ആൻഡ് വാക്സ്. Then towards which direction is he now walking? കിട്ടിയോ? ഇത് എളുപ്പമാണ് അല്ലേ? അധികം ഒന്നും പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ വളരെ ചെറുതാണ്. എ മാൻ സ്റ്റാർട്ട്സ് അറ്റ് എ പോയിന്റ് ആൻഡ് വാക്സ് 15 meters ടുവേർഡ്സ് ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് 15 meters വാക്ക് ചെയ്തു. അതിനുശേഷം ലെഫ്റ്റ് ടേൺ ചെയ്തിട്ട് വാക്സ് 10 meters. ലെഫ്റ്റ് ടേൺ ചെയ്തു എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ മേലോട്ടേക്ക് വരും. അപ്പോൾ അത് എത്ര മീറ്റർ? 10 meters അവിടെ വാക്ക് ചെയ്തു. ആൻഡ് അഗെയിൻ ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് എന്ന് പറഞ്ഞത് എത്ര മീറ്റർ എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ടുവേർഡ്സ് വിച്ച് ഡയറക്ഷൻ ഈസ് ഹി നൗ വാക്കിംഗ്? ഏത് ഡയറക്ഷനിലാണ്? അപ്പോൾ ഓപ്ഷൻ ബി ഈസ്റ്റ് ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ. ദെൻ യുവർ സിക്സ്ത് ക്വസ്റ്റ്യൻ ഈസ്, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ചെയ്ത് നോക്കി. ക്വസ്റ്റ്യൻ ഇതാണ്. ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ് ഡൗൺ എ റോഡ് ഇൻ ദ മോർണിംഗ് ഫേസിംഗ് ദ സൺ. ആഫ്റ്റർ വാക്കിംഗ് ഫോർ സം ടൈം ഐ ടേൺ ടു മൈ ലെഫ്റ്റ്. ദെൻ ഐ ടേൺ ടു മൈ റൈറ്റ്. ഇൻ വിച്ച് ഡയറക്ഷൻ വാസ് ഐ ഗോയിങ് ദെൻ? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത് ഒന്നും തന്നിട്ടില്ല. ബട്ട് അതിനുള്ളൊരു ഹിന്റ് ആണ് അവിടെ തന്നിരിക്കുന്നത്. ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ് ഡൗൺ എ റോഡ് ഇൻ ദ മോർണിംഗ് ഫേസിംഗ് ദ സൺ. ഇൻ ദ മോർണിംഗ് ഫേസിംഗ് ദ സൺ എന്ന് പറയുമ്പോൾ, മോർണിംഗ് എന്ന് പറയുമ്പോൾ സൺറൈസ് ചെയ്യുന്ന ടൈമാണ്. സൺറൈസസ് അറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഈസ്റ്റിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ് ഡൗൺ എ റോഡ് ഇൻ ദ മോർണിംഗ് ഫേസിംഗ് ദ സൺ എന്ന് പറയുമ്പോൾ ഫേസിംഗ് ദ ഈസ്റ്റ് എന്ന രീതിയിലാണ് അതിന്റെ മീനിങ്. ഓക്കെ, അതിൽ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ വെച്ചിട്ട് സിമിലർ വേയിൽ ചെയ്ത് നോക്കി. എങ്ങനെയാ വരിക? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ് ഡൗൺ എ റോഡ് ഇൻ ദ മോർണിംഗ് ഫേസിംഗ് ദ സൺ. സണ്ണിനെ ഫേസ് ചെയ്ത് നടക്കുക എന്ന് പറയുമ്പോൾ ഈസ്റ്റിലേക്ക് നടക്കുക എന്നുള്ളതാണ് അവിടെ മീനിങ്. അഗെയിൻ ആഫ്റ്റർ വാക്കിംഗ് ഫോർ സം ടൈം ഐ ടേൺ ടു മൈ ലെഫ്റ്റ്. ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു, എന്നിട്ട് കുറച്ച് നടന്നിട്ടുണ്ട്. പിന്നെ റൈറ്റിലേക്ക് ടേൺ ചെയ്തു, എന്നിട്ട് കുറച്ച് നടന്നിട്ടുണ്ട് അല്ലെ? ദെൻ ഐ ടേൺ ടു മൈ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നൗ ഇൻ വിച്ച് ഡയറക്ഷൻ വാസ് ഐ ഗോയിങ് ദെൻ എന്ന് ചോദിച്ചേക്കുന്നത്. ഇപ്പൊ ഏത് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈസ്റ്റ് ഡയറക്ഷനിലാണ്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. Then your seventh question is, a man starts his journey facing the sun early morning. He then turns right and walks 2 kilometers. He then walks 3 kilometers after turning right again. Which is the direction he is facing now? Similar type of question ആണ്. Try it.
ഇവിടെയും സണ്ണിനെ ഫേസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈസ്റ്റിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഈസ്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം പറഞ്ഞിട്ടുണ്ട് ഹി ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 2 കിലോമീറ്റർ. ഇവിടെ 2 കിലോമീറ്റർ ആണ് വാക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഹി ദെൻ വാക്സ് 3 കിലോമീറ്റർ ആഫ്റ്റർ ടേണിംഗ് റൈറ്റ് അഗെയിൻ. വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് 3 കിലോമീറ്റർ നടന്നു. ദെൻ നൗ വിച്ച് ഇസ് ദ ഡയറക്ഷൻ ഹീസ് ഫേസിങ് നൗ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഏത് ഡയറക്ഷനിലാണ് ഇപ്പൊ തിരിഞ്ഞുണ്ടാവുക? യെസ്, വെസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. സോ ഹീസ് ഫേസിങ് ദ ഡയറക്ഷൻ വെസ്റ്റ്. സോ ഓപ്ഷൻ സി വെസ്റ്റ് ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. സോ യുവർ 8th ക്വസ്റ്റ്യൻ ഈസ്, ക്വസ്റ്റ്യൻ ഇതാണ്. രാജു ഈസ് സ്റ്റാൻഡിംഗ് ഫേസിങ് നോർത്ത്. ഹി ഗോസ് 30 meters ahead and turns left and goes for 15 meters. Now he turns right and goes for 50 meters and finally turns to his right and walks. In which direction is he heading? എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇവിടെ രാജു നോർത്തിലേക്ക് ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ ഹി ഗോസ് 30 meters എഹെഡ് എന്ന് പറയുമ്പോൾ നോർത്തിലേക്കാണ് 30 meters പോയിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ 30 meters നോർത്തിലേക്ക്. അതിനുശേഷം ഹി ടേൺസ് ലെഫ്റ്റ് ആൻഡ് ഗോസ് 15 meters. അപ്പൊ ലെഫ്റ്റിലേക്ക് 15 meters. Then now he turns right and goes 50 meters. അപ്പോൾ പിന്നെ അവിടെ നിന്ന് റൈറ്റ് എന്ന് പറയുമ്പോൾ മേലോട്ടേക്കാണ് വരിക. അവിടെ 50 meters ആൻഡ് ഫൈനലി ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ്. അപ്പോൾ ഫൈനലി പിന്നെ ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ്. ദെൻ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഹെഡിങ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ വരിക? അപ്പോൾ ഓപ്ഷൻ ബി ഈസ്റ്റ് ആണ് അല്ലെ. കാരണം നമ്മുടെ ഡയറക്ഷൻസിൽ നമുക്കറിയാം, ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്, ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്. അപ്പൊ ഇങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ ഈസ്റ്റിലേക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യുവർ 9th ക്വസ്റ്റ്യൻ ഈസ്, ക്വസ്റ്റ്യൻ ഇതാണ്. A starts walking towards north, turns left, again turns left, turns right, again turns right, once again turns left. In which direction is A walking now? എളുപ്പമാണോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എളുപ്പമല്ലേ? എങ്ങനെ ചെയ്യാം? എ സ്റ്റാർട്ട്സ് വാക്കിംഗ് ടുവേർഡ്സ് നോർത്ത്. നോർത്തിലേക്കാണ് വാക്ക് ചെയ്ത് തുടങ്ങിയത്. അതിനുശേഷം ടേൺസ് ലെഫ്റ്റ്, എഗെയിൻ ടേൺസ് ലെഫ്റ്റ്. എഗെയിൻ ടേൺസ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കാ വരാ? താഴോട്ടേക്ക് അല്ലെ. എഗെയിൻ ടേൺസ് ലെഫ്റ്റ്, എഗെയിൻ ടേൺസ് റൈറ്റ്, പിന്നെ എഗെയിൻ ടേൺസ് റൈറ്റ്, പിന്നെ എഗെയിൻ ടേൺസ് ലെഫ്റ്റ്. അപ്പൊ ഇപ്പൊ ഏത് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കണേ? യെസ്, ഇറ്റ്സ് വെസ്റ്റ്. സോ ഓപ്ഷൻ സി വെസ്റ്റ് ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്. രവി ഇൻ ഹിസ് ഈവനിങ് Ravi in his evening walk traveled towards the sun 3 kilometer. Then he turned to his left, walked 2 kilometer. He again turned to his right and walked 3 kilometer. Finally, he turned to his right, walked another 2 kilometer. In which direction is Ravi walking now? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ രവി ഇൻ ഹിസ് ഈവനിങ് വാക്ക് traveled towards the sun 3 kilometer. പിന്നെ he turned to his left, walked 2 kilometer. He again turned to his right and walked 3 kilometer. Finally, he turned to his right, walked another 2 kilometer. And the question is, in which direction is Ravi walking now? 4 directions ആണ്, 4 ഓപ്ഷൻസ് ആയിട്ടുള്ളത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാ ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ, രവി ഇൻ ഹിസ് ഈവനിങ് വാക്ക് ട്രാവൽ ടുവേർഡ്സ് ദ സൺ 3 കിലോമീറ്റർ. ഇവിടെ നമ്മൾ സണ്ണിന്റെ കാര്യം പറഞ്ഞ പോലെയാ. ഇൻ ഹിസ് ഈവനിങ് വാക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ ഹിന്റ് എന്ന് പറയുന്നത്, ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഹിന്റ്. അപ്പൊ ഈവനിങ് ആണ്, അപ്പൊ സണ്ണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൺ എവിടെ ഉണ്ടാവുക? വെസ്റ്റിലായിരിക്കും ഉണ്ടാവുക അല്ലെ? നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പൊ ഹിസ് ഈവനിങ് വാക്ക് ട്രാവൽ ടുവേർഡ്സ് ദ സൺ എന്ന് പറയുമ്പോൾ 3 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നത് വെസ്റ്റിലേക്കാണ്. ഓക്കെ. ഇനി ദെൻ ഹി ടേൺഡ് ടു ഹിസ് ലെഫ്റ്റ്. ഇനി ലെഫ്റ്റിലേക്ക് തിരിയാന്ന് പറയുമ്പോൾ താഴോട്ടേക്ക് ഒരു 2 കിലോമീറ്റർ. ദെൻ ഹി അഗെയിൻ ടേൺഡ് ടു ഹിസ് റൈറ്റ്. അപ്പൊ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക്, റൈറ്റിലേക്ക് 3 കിലോമീറ്റർ. പിന്നെ ഫൈനലി ഹി ടേൺ ടു ഹിസ് റൈറ്റ്, വാക്ക്ഡ് അനദർ 2 കിലോമീറ്റർ. അപ്പൊ ഇങ്ങോട്ടേക്ക് വീണ്ടും ഒരു 2 കിലോമീറ്റർ. ഇൻ വിച്ച് ഡയറക്ഷൻ രവി ഈസ് വാക്കിംഗ് നൗ? ഇപ്പൊ ഏത് ഡയറക്ഷനിലാണ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ സി, നോർത്ത് ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്നുള്ളത് കിട്ടും. ഓക്കെ. ജസ്റ്റ് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഇപ്പൊ നമ്മൾ ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഇപ്പൊ നമ്മൾ കണ്ട ഒരു 10 ക്വസ്റ്റ്യൻസ്, ഇതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഏറ്റവും ബേസിക്കലി ഈ 4 ഡയറക്ഷൻസ് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് ഈ രീതിയിൽ വരയ്ക്കാനായിട്ട് അറിയാം. അപ്പൊ ഈ രീതിയിൽ നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ രീതിയിൽ നിന്നുകൊണ്ടാണ് ഈ ഡയറക്ഷൻ ചിന്തിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഓർക്കുക. ഡയറക്ഷൻ ഇങ്ങനെ തന്നെയാണ് വരിക. ഏത് മേലോട്ടേക്ക് എന്ന് പറയുമ്പോൾ നോർത്ത്, അതുപോലെ താഴോട്ടേക്ക് സൗത്ത്, അതുപോലെ തന്നെ വെസ്റ്റ് ഈസ്റ്റ് ഒക്കെ ആ രീതിയിൽ തന്നെ വരും. ലെഫ്റ്റ് റൈറ്റ് വരുമ്പോഴാണ് ഡിഫറൻസ് വരിക. അതായത് നമ്മൾ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇങ്ങോട്ടേക്ക് റൈറ്റും ഇങ്ങോട്ടേക്ക് ലെഫ്റ്റും ആയിരിക്കും. സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ഇവിടെ റൈറ്റ് എന്നാണ് വരിക. നേരെ തിരിഞ്ഞാണ് വരുന്നതെങ്കിൽ എങ്ങനെ വരും? ഇവിടെ റൈറ്റും ഇവിടെ ലെഫ്റ്റും ആണ് വരിക. ആ രീതിയിലുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്തിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ വളരെ ഈസി ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ബാക്കി ഇനി നമുക്ക് ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസിൽ വേറെ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സസിലായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.